ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സിമ്പിളായിട്ടൊരു മുട്ടക്കറി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തു. അതിലേക്ക് താറാമുട്ടയാണ് ഞാൻ എടുക്കുന്നത്. 2 മുട്ട എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് 2 മുട്ട എടുക്കുന്നുണ്ട്. അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കല്ലുപ്പും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പിടുന്നതെന്ന് വെച്ചാൽ മുട്ടത്തൊണ്ട് പെട്ടെന്ന് വിട്ടു പോകാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്കൊരു 10-15 മിനിറ്റ് നമുക്കൊന്ന് മുട്ട വേവിച്ചെടുക്കാം. ഇപ്പം മുട്ട നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് കുറച്ച് നേരം എടുത്ത് ആറാൻ വയ്ക്കാം. തിളച്ച വെള്ളം കളഞ്ഞിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് ആറാൻ വയ്ക്കുന്നത്. മുട്ട തണുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊളിച്ചെടുക്കാം. ഉപ്പിട്ട് പൊഴിഞ്ഞത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് അതിൻ്റെ തോട് പൊളിച്ച് കളയാൻ പറ്റും. മുട്ടയിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കില്ല. വിട്ട് തന്നെ പെട്ടെന്ന് വന്നോളും. മുട്ട നമ്മൾ പൊളിച്ച് റെഡിയാക്കി അതൊരു പാത്രത്തിലേക്കാക്കി ഇത് നമുക്കൊന്നൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ 4ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. 4ആയിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ ചെറിയ ചെറിയ പീസുകളാക്കുന്നുണ്ട്. അടുത്ത മുട്ട എടുക്കുന്നുണ്ട്. 4ആയിട്ട് കട്ട് ചെയ്ത് അതും ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റവ് കത്തിച്ചിട്ട് ഒരു പാൻ വെച്ചു. പാൻ ഒന്ന് ചൂടാവട്ടെ. ചൂടായി വരുന്നുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ള് മഞ്ഞപ്പൊടി ഇട്ടു. കുറച്ച് മുളക് പൊടി ഇട്ടു. ആവശ്യത്തിന് ഉപ്പ് ഇടുന്നുണ്ട്. പിന്നെ ഇത്തിരി മല്ലിപ്പൊടി ഇട്ട് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മീറ്റ് മസാല ഇട്ടിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തീ അത്ര വേണ്ട, സിമ്മിലിട്ടാൽ മതി. അപ്പം അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ മുട്ട ഇടാം. മുട്ട ഇട്ടു. ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിക്കോട്ടെ.
അപ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മുട്ടക്കറിയുടെ അവസ്ഥ. ഇതാണ് നമ്മുടെ സിമ്പിൾ മുട്ടക്കറി. മുട്ടക്കറി ഫിനിഷ്.